ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്റർ മയാമി 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഫിലാഡൽഫിയയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ലൂയിസ് സുവാരസ് ഹാട്രിക് നേടിയിട്ടുണ്ട്. മെസ്സി ഇരട്ട അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മെസ്സി സ്വയം പിൻവാങ്ങുകയായിരുന്നു. അതായത് മത്സരത്തിന്റെ 73-ാമത്തെ മിനിറ്റിലാണ് സംഭവം. മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ സിൽവേറ്റി പകരം വന്നു. 73-ാമത്തെ മിനിറ്റിൽ മെസ്സി പിൻവാങ്ങുകയും ചെയ്തു. ഇതേ തുടർന്ന് മെസ്സിക്ക് പരിക്കാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിലൊരു വ്യക്തത പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂൾ നൽകിയിട്ടുണ്ട്. അർജന്റീനയിലെ ഏറ്റവും ക്രെഡിബിൾ ആയ സോഴ്സാണ് ഗാസ്റ്റൻ എഡൂൾ. അദ്ദേഹം പറയുന്നത് മെസ്സിയുടെ പരിക്കിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പേടിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ മെസ്സിക്ക് ഒരു മസിൽ ഇഞ്ചുറി ഇല്ല, മറിച്ച് ഒരു മുൻകരുതൽ എന്ന രൂപേണയാണ് മെസ്സി കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുള്ളത്. അതായത് മെസ്സിയുടെ ഹാംസ്ട്രിങ്ങിന് ഒരു ടൈറ്റ്നെസ് അനുഭവപ്പെട്ടു, അഥവാ അമിതമായ ഒരു ആയാസം അനുഭവപ്പെട്ടു. ഇതേ തുടർന്നാണ് മെസ്സി കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിച്ചത്. അതായത് മസിൽ ഇഞ്ചുറി ഇല്ല, മറിച്ച് ഒരു മുൻകരുതൽ എന്ന രൂപേണ അതല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ മെസ്സി തയ്യാറായില്ല. ആ ഹാംസ്ട്രിങ്ങിന്റെ ഭാഗത്ത് വീണ്ടും ഒരു പ്രഷർ ചെലുത്താതിരിക്കാൻ വേണ്ടിയാണ് മെസ്സി കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങിയത്. റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. മുൻകരുതൽ എന്ന രൂപേണയാണ് മെസ്സി കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങിയത്. അല്ലാതെ മെസ്സിക്ക് മസിൽ ഇഞ്ചുറിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സിയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട. ഇഞ്ചുറി എന്ന ഒരു പ്രോബ്ലം മെസ്സിക്കില്ല, മറിച്ച് ഒരു മുൻകരുതൽ എന്ന രൂപേണ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് മെസ്സി ഇപ്പോൾ പിൻവാങ്ങിയത് എന്നാണ് ഗാസ്റ്റൻ എഡൂൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്റർ മയാമിയോടൊപ്പം മെസ്സിക്ക് മത്സരങ്ങൾ ഇല്ല. അർജന്റീന ക്യാമ്പിലേക്കായിരിക്കും മെസ്സി ഇനി പോവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.